നമസ്കാരം. ബി.ജെ.പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ബീഹാറിലെ മന്ത്രി നിതിൻ നബീൻ ചുമതലയേറ്റു. ഡൽഹിയിലെ ബി.ജെ.പി ആസ്ഥാനത്തെത്തിയാണ് നിതിൻ ചുമതലയേറ്റത്. നിതിന് ഉജ്ജ്വല സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും പാർട്ടി ആസ്ഥാനത്ത് ഒരുക്കിയിരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. നിതിൻ നബീൻ ജനുവരിയിൽ പുതിയ ബി.ജെ.പി അധ്യക്ഷനായി ചുമതലയേറ്റേക്കും എന്നാണ് റിപ്പോർട്ട്. നബീന്റെ നിയമനം അപ്രതീക്ഷിതമെന്ന് പാർട്ടി നേതാക്കൾ പോലും വിലയിരുത്തുന്നു. പുതിയ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ചർച്ചയിലും ഉയർന്നു വരാത്ത ഒരു നേതാവിനെയാണ് ബി.ജെ.പി ഇപ്പോൾ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത്. നിലവിൽ ബീഹാർ സർക്കാരിൽ പൊതുമരാമത്ത്, നഗരവികസനം എന്നീ വകുപ്പുകളിൽ മന്ത്രിയാണ് 4ാം വട്ട എം.എൽ.എ ആയ നിതിൻ നബീൻ. മുതിർന്ന ബി.ജെ.പി നേതാവ് നവീൻ കിഷോർ സിൻഹയുടെ മകനാണ് നിതിൻ നബീൻ. 2006-ൽ 26-ാം വയസ്സിലാണ് നിതിൻ നബീൻ പട്ന വെസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തിയത്. പിന്നീട് 2010 മുതൽ ബംഗിപ്പൂർ സീറ്റിൽ നിന്ന് 3 തവണ വിജയിച്ചു. ഛത്തീസ്ഗഡിന്റെ ചുമതല ബി.ജെ.പി കേന്ദ്ര നേതൃത്വം നബീന് നൽകിയിരുന്നു. യുവാക്കൾ പാർട്ടിയിൽ നിന്ന് അകലുന്നു എന്ന പ്രചാരണത്തിനിടയിലാണ് ബീഹാർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒതുങ്ങി നിന്ന നബീനെ ബി.ജെ.പി ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നത്. ബി.ജെ.പിയുടെ ചരിത്രത്തിലെ 2ാമത്തെ മാത്രം വർക്കിംഗ് പ്രസിഡന്റാണ് ഇന്ന് ചുമതലയേറ്റ നിതിൻ നബീൻ. നിലവിലെ പാർട്ടി അധ്യക്ഷനായ ജെ.പി നദ്ദയാണ് ഈ പദവി വഹിച്ച ആദ്യത്തെയാൾ. 2019-ൽ ആദ്യം ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ ശേഷമാണ് ജെ.പി നദ്ദ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. നദ്ദ തൽക്കാലം അധ്യക്ഷനായി തുടരും. വർക്കിംഗ് പ്രസിഡന്റായി നിതിൻ നബീൻ പിന്നീട് ഈ സ്ഥാനത്തേക്ക് എത്താനാണ് വഴിയൊരുങ്ങുന്നത്. പാർട്ടി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഇടക്കാല ക്രമീകരണമായി ഈ പദവി മാറിയിട്ടുണ്ട്. 2019 ജൂണിൽ അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായതിനെ തുടർന്നാണ് ജെ.പി നദ്ദയെ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചത്. ഏകദേശം 6 മാസത്തോളം അദ്ദേഹം ഈ പദവിയിൽ തുടരുകയും 2020 ജനുവരിയിൽ ബി.ജെ.പി ദേശീയ അധ്യക്ഷനാകുന്നതുവരെ അമിത് ഷായെ സഹായിക്കുകയും ചെയ്തു. ബി.ജെ.പി ഭരണഘടന അനുസരിച്ച് ഒരു നേതാവിന് 3 വർഷം വീതമുള്ള 2 ടേമുകൾ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കാൻ കഴിയും. ഹിന്ദുക്കൾ അശുഭമായി കണക്കാക്കുന്ന കാലയളവായ കർമാസ് നാളെ ആരംഭിക്കുന്നതിനാലാണ് നബീന്റെ നിയമനം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഉടൻ തന്നെ നടത്തിയതെന്ന് ബി.ജെ.പി നേതാക്കൾ വിശദീകരിക്കുന്നു. ജനുവരി 14-ന് മകരസംക്രാന്തിയോടെ ഈ കാലയളവ് അവസാനിച്ചാൽ പുതിയ പാർട്ടി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചേക്കും. പാർട്ടി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ പകുതിയിലെങ്കിലുമുള്ള സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ബി.ജെ.പി നിലവിൽ പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 30 ഇടങ്ങളിൽ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കുറഞ്ഞത് 4 ദിവസമെങ്കിലും വേണ്ടിവരും. ജനുവരി 14-ന് ശേഷം ഇത് പൂർത്തിയാക്കിയേക്കും എന്നാണ് നേതാക്കൾ പറയുന്നത്. ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് നടക്കുമെങ്കിലും സമവായത്തിന് ഊന്നൽ നൽകുന്നതിനാൽ നബീന്റെ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഉറപ്പാണെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ 6 വർഷം മുൻപ് നദ്ദ ഷായെ സഹായിച്ചതുപോലെ നബീൻ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് നദ്ദയെ സഹായിക്കുകയും കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും. തലമുതിർന്ന നേതാക്കളായ ഒട്ടേറെ പേർ ഉണ്ടായിരിക്കുകയാണ് 2019-ൽ നിതിൻ ഗഡ്കരി ബി.ജെ.പി അധ്യക്ഷനായി തെരഞ്ഞെടുത്തത്. RSS പ്രവർത്തകൻ എന്ന നിലയിൽ നിന്നും വിദ്യാർത്ഥി നേതാവിലേക്കും പിന്നാലെ ബി.ജെ.പിയുടെ എക്കാലത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷനിലേക്കും നിതിൻ ഗഡ്കരിയുടെ യാത്ര അക്കാലത്ത് വലിയ ചർച്ചയായിരുന്നു. 52-ാം വയസ്സിലായിരുന്നു നിതിൻ ഗഡ്കരി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. മഹാരാഷ്ട്രയിൽ നിന്ന് ബി.ജെ.പി അധ്യക്ഷനാകുന്ന ആദ്യ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. എടുത്തു പറഞ്ഞാൽ RSSന്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ നിന്നുള്ള നേതാവ്. അന്ന് കോൺഗ്രസ് യുവ നേതാവായ രാഹുൽ ഗാന്ധിയെ ഭാവി പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുന്ന സാഹചര്യത്തിലായിരുന്നു രാജ്നാഥ് സിംഗിന് പകരക്കാരനായി ഗഡ്കരിയെ ബി.ജെ.പി നേതൃത്വത്തിൽ എത്തിച്ചത്. ബി.ജെ.പിക്ക് നേതൃത്വപരമായ തലത്തിൽ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്ന സമയത്തായിരുന്നു ഈ ഉത്തരവാദിത്തം അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. 10 വർഷം മഹാരാഷ്ട്ര മന്ത്രിസഭയിൽ അംഗമായ ശേഷമായിരുന്നു ബി.ജെ.പി നയിക്കാൻ ഗഡ്കരി ഡൽഹിയിലേക്ക് എത്തിയത്. അതേസമയം ബീഹാറിലെ മന്ത്രിയും പട്നയിലെ ബംഗിപ്പൂരിൽ നിന്നുള്ള എം.എൽ.എയുമാണ് നിതിൻ. പ്രായം 45 വയസ്സ് മാത്രം. പിതാവും ബി.ജെ.പി നേതാവുമായിരുന്ന നവീൻ കിഷോർ സിൻഹയുടെ മരണശേഷം ഒഴിവന്ന പാട്ന വെസ്റ്റ് അസംബ്ലി സീറ്റിൽ 26-ാം വയസ്സിലാണ് അദ്ദേഹം ആദ്യമായി എം.എൽ.എ ആകുന്നത്. ബീഹാറിൽ നിന്നും കിഴക്കൻ ഇന്ത്യയിൽ നിന്നും ബി.ജെ.പി പ്രസിഡന്റ് ആകുന്ന ആദ്യ നേതാവായിരിക്കും അദ്ദേഹം. അടുത്ത വർഷം അദ്ദേഹം പാർട്ടി ദേശീയ അധ്യക്ഷനായി ചുമതലയേറ്റാൽ 52-ാം വയസ്സിൽ ചുമതലയേറ്റ നിതിൻ ഗഡ്കരിയുടെ റെക്കോർഡ് തകർത്ത് ബി.ജെ.പിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി അദ്ദേഹം മാറും. ഛത്തീസ്ഗഡ്, സിക്കിം എന്നിവിടങ്ങളിലെ ബി.ജെ.പി ഇൻചാർജായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. RSSൽ 10 വർഷം പ്രവർത്തിച്ച ശേഷമാണ് നിതിൻ ബി.ജെ.പിയിലെത്തുന്നത്. ഡൽഹിയിൽ നിന്ന് 12ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കാണ് നിതിൻ ഇറങ്ങിയത്. നിതിൻ നബീനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കാനുള്ള നീക്കത്തിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ താല്പര്യമെന്ന സൂചനയുണ്ട്. അധ്യക്ഷ സ്ഥാനത്തേക്ക് കേന്ദ്രമന്ത്രിമാരുടെ ഉൾപ്പെടെ ഒട്ടേറെ പേരുകൾ ചർച്ച ചെയ്തെങ്കിലും അതിലൊന്നും നബീന്റെ പേരിലായിരുന്നു. കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും നിതിൻ പാർട്ടിയുടെ ശ്രദ്ധാകേന്ദ്രമായിരുന്നില്ല. പാർലമെന്ററി ബോർഡ് നടപടിക്രമങ്ങൾ പാലിച്ചാണ് തീരുമാനമെങ്കിലും ബി.ജെ.പിയിലെ അധികാരഘടന മോദിയുടെയും അമിത്ഷായുടെയും സമ്പൂർണ്ണ നിയന്ത്രണത്തിലായതിന്റെ പ്രതിഫലനമാണ് ഈ നീക്കം. നിലവിൽ വർക്കിംഗ് പ്രസിഡന്റ് ആണെങ്കിലും അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം വരാനുള്ള സാധ്യതയുമുണ്ട്.